യെസ്, രാവിലെ തന്നെ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി ഞാൻ നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലോട്ടാണ്. ഇന്ന് നമുക്ക് അവിടെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ നൂലുണ്ട ജനീഷിനെ ഓർമ്മയില്ലേ? അപ്പോൾ ജനീഷിൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്, അവൻ്റെ കല്യാണമല്ല. അപ്പോൾ ജനീഷിൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ അവൻ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോവാണ്. അത് മാത്രമല്ല, ജനീഷിൻ്റെ അനിയത്തിയുടെ കല്യാണം മാത്രമല്ല, നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ് കല്യാണ ചെറുക്കൻ. അപ്പോൾ അവനും നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സദ്യ കഴിക്കാം, 2 പന്തി കയറാം. ചുമ്മാ പറഞ്ഞാൽ. അപ്പോൾ രണ്ടുപേരും നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടറും കാര്യങ്ങളൊക്കെ തീർന്നു പോയി. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ബ്രെഡ് മാത്രം രാവിലെ കഴിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് കടയിൽ പോയി ചായ കൂടെ കുടിക്കണം. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ട്രെയിൻ കയറി ആദ്യം സൗത്തിൽ ഇറങ്ങി അവിടുന്ന് ഫോർട്ട് കൊച്ചി ബസ് കയറണം. അപ്പോൾ നമുക്ക് നേരെ ചായക്കടയിലോട്ട് പോകാം. കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാൻഹി. ഗെയ്സ്, അപ്പോൾ അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. അപ്പോൾ നമുക്ക് 10നും 11നും ഇടയ്ക്കാണ് കല്യാണം. അപ്പോൾ തന്നെ 7 മണിയായി. ഇതുവരെ നമ്മൾ ബസ് സ്റ്റോപ്പ് പോലും എത്തിയില്ല. അപ്പോൾ നമുക്ക് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാം. എൻ്റെ ഊഹം ശരിയാണ്, 8 മണിക്ക് ഒരു ട്രെയിനുണ്ട്. അതിന് പോകുകയാണെങ്കിൽ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ഫോർട്ട് കൊച്ചി എത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 8:30 8:45 ആകുമ്പോഴത്തേക്ക് ഫോർട്ട് കൊച്ചി എത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഏതായാലും ബസ് സ്റ്റോപ്പിലോട്ട് പോകാം. ബസ് സ്റ്റോപ്പിൽ വന്നൊരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. 15 രൂപയാണ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ബസ്സിന് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ എത്തി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് 8 മണിക്ക് വരേണ്ട ട്രെയിൻ 8:30 ആകും വരാൻ എന്ന് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഈ ട്രെയിന് പോകാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതൊരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണ്. നോർമലി ഞാൻ ട്രെയിന് ഇവിടുന്ന്, അതായത് അങ്കമാലിയിൽ നിന്ന് ഹരിപ്പാട് വരെ പോവുകയാണെങ്കിൽ എനിക്ക് 75 രൂപയാവത്തുള്ളൂ. ഇതിന് എനിക്ക് അങ്കമാലിയിൽ നിന്ന് എറണാകുളം വരെ 50 രൂപയാവും. എന്നിട്ട് ഞാൻ ഇതിന് പോകാമെന്ന് വിചാരിച്ചത് പെട്ടെന്ന് എത്താലോ എന്ന് വിചാരിച്ചാണ്. പക്ഷേ 8 മണിക്ക് വരുന്ന ട്രെയിൻ വരാൻ 8:30 ആവും. അപ്പോൾ അത്രയും സമയം ഞാനിവിടെ നോക്കി നിൽക്കണം. നമുക്ക് 10 മണിക്ക് മുന്നേ എങ്ങനെയും കല്യാണ മണ്ഡപത്തിൽ എത്തണം, എന്നാലേ കല്യാണം കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുവിധം ട്രെയിനും കാര്യങ്ങളൊക്കെ 8:30 ആയപ്പോൾ വന്നു. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അതിലും നല്ല ഉന്തും തെള്ളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് സീറ്റും കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ വന്ന് സൗത്തിൽ ഇറങ്ങി നേരെ കല്യാണ മണ്ഡപത്തിലോട്ട് പോകാം. സൗത്തിൽ വന്ന് ട്രെയിൻ ഇറങ്ങി അവിടുന്ന് ബസ് കയറി ചുള്ളിക്കൽ 15 രൂപ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടുന്ന് ചുള്ളിക്കൽ. അത്യാവശ്യം നല്ല ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിൻ കയറിയപ്പോൾ തന്നെ എൻ്റെ വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ പോയി നല്ലോണം ക്ഷീണിച്ച്. അപ്പോൾ ഇവിടുന്ന് ഒരു 230 മീറ്റർ നടക്കാറുണ്ട്. ശ്രീനാരായണ ഹാള് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടതിട്ടുണ്ട്. അപ്പം അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ചുള്ളിക്കൽ എത്തിയിട്ടുണ്ട്. ചുള്ളിക്കലാണ് ശ്രീനാരായണ ഹാള്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. 2 പേര് വരാറുണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവർ വന്നിട്ട് നേരെ അങ്ങോട്ട് പോകും. അങ്ങനെ അവന്മാരെത്തി. യവന്മാരെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ പഴയ ചാനലും പുതിയ ചാനലും അല്ലേ യവന്മാർ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ അതുൽ ബാലനും അതേപോലെ രോഹിത്തുമാണ്. അപ്പോൾ അവന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആദ്യം പോയത് ATM-ലോട്ടാണ്. കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കൂട്ടുകാരന് കൊടുക്കണ്ടേ. അപ്പോൾ അവൻ്റെ ഒരു കവറിൽ അവൻ കുറേ പടവും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു രോഹിത്ത്. ഇവൻ കോളേജിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഇവൻ വരയ്ക്കുന്നില്ല, എഴുതുന്ന അസൈൻമെൻറ്റിലൊന്നും ഇല്ലെങ്കിൽ ഇവൻ ഫ്രണ്ട് പേജ് ഭയങ്കര അടിപൊളിയായിട്ട് കുറേ പടവും കാര്യങ്ങളൊക്കെ വരയ്ക്കും. ആ ഒരു പടവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ സാറുമാരും ടീച്ചർമാരും ഒക്കെ ഇവന് ഫുൾ മാർക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അസൈൻമെൻറ്റിലൊന്നും ഇല്ലെങ്കിലും കോളേജ് വെച്ച് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും അവൻ അതിലെന്തോ സ്പാനറും വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വരച്ചു. നമ്മൾ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാണ് ഈ ഒരു 1 രൂപയുടെ കവർ വാങ്ങിയത്. അവിടെ നമ്മൾ ഈ ഒരു 1 രൂപയുടെ കവർ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഈ എഴുതാനുള്ള പേനയും അവിടെ അവരെഴുതുന്ന പേന വാങ്ങിച്ചാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെ അതൊക്കെ എഴുതി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് എത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഓരോ ഗ്ലാസ് കുടിച്ചു. അങ്ങനെ നമ്മൾ നേരെ അകത്ത് കയറി. അപ്പോൾ ഇതാണ് ചെറുക്കനും പെണ്ണും. ചെറുക്കൻ നമ്മുടെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, പെണ്ണ് നമ്മുടെ കൂട്ടുകാരൻ്റെ അനിയത്തിയാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ജനീഷ് വന്നു. അപ്പോൾ അവനും കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരെയും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ. അങ്ങനെ അവനെ കണ്ടു. അവനുമായിട്ട് കുറച്ച് നേരം വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വർത്താനവും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണത്തിൽ ലേറ്റായിട്ടാണല്ലോ അത്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചെറുക്കനെയും പെണ്ണെയും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് ഒരു 12:45 1 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല സദ്യ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ താമസിച്ച് വന്നുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. നമുക്ക് കയറിയപ്പോൾ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് വാഴയില, ഉപ്പേരി, ശർക്കര വരട്ടി, വെള്ളം ഇതെല്ലാം കിട്ടി. പിന്നെ തൊടുകറികളാണ് ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തൊടുകറികളുടെ ഓരോന്നിൻ്റെയും പേര് എനിക്ക് കാണാതെ അറിയത്തില്ല. അപ്പോൾ തൊടുകറികൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. തൊടുകറികൾ വിളമ്പുന്ന കാണാൻ നല്ല രസമായിരുന്നു. പല കളറിൽ ഇങ്ങനെ ഓരോരോ തൊടുകറികൾ ഇങ്ങനെ വിളമ്പി പോകുന്നതാണ്. ആദ്യം വിളമ്പിയത് ഇഞ്ചി, രണ്ടാമത് വിളമ്പിയത് നാരങ്ങ, ഇത് കിച്ചടി, അത് പച്ചടി, അത് മത്തങ്ങാക്കറി, പിന്നെ തോരൻ ഞാൻ വീഡിയോ എടുക്കുന്നതാണോ അറിയത്തില്ല. ചേച്ചി 2 തവണ വിളമ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് സോയാബീൻ കറിയാണ്. സോയാബീൻ കറി വന്നിട്ട് ഒരു ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ വന്നു. അപ്പോൾ ഇത്രയും കറികളാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതെല്ലാം തൊടുകറികളാണ്. ഇതെല്ലാമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ലാഗ് കഴിഞ്ഞിട്ട് നമ്മുടെ അവിയലും കാര്യങ്ങളൊക്കെ വന്നു. അവിയൽ വന്നു കഴിഞ്ഞ് പിന്നെ വന്നത് ചോറാണ്.
ചോറ് വലിയ ലാഗില്ലാതെ പെട്ടെന്ന് തന്നെ വന്നു. ചോറ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ നമുക്ക് പരിപ്പും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോറിലൊന്ന് വിതറിയപ്പോഴത്തേക്ക് പരിപ്പ് വന്നു. അങ്ങനെ പരിപ്പ് ഒഴിച്ചു. പിന്നെ ഞാൻ കാത്തിരുന്നത് പപ്പടത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ വന്നത് സാമ്പാറായിരുന്നു. സാമ്പാർ ഞാൻ കൂട്ടത്തില്ല. സാമ്പാർ എനിക്ക് പണ്ട് തൊട്ടേ, അതായത് കുഞ്ഞിലെ തൊട്ടേ എനിക്ക് വലിയ ഇഷ്ടമല്ല. എൻ്റെ അമ്മ അങ്ങനെ സാമ്പാർ കഴിക്കത്തില്ല. അമ്മയ്ക്ക് സാമ്പാർ വലിയ ഇഷ്ടമല്ല. ഞാനും സാമ്പാർ വലുതായിട്ട് കഴിക്കത്തില്ല. വലുതായിട്ടെന്നല്ല, എനിക്ക് സാമ്പാർ ഇഷ്ടമേ അല്ല. അപ്പോൾ ഞാൻ പരിപ്പ് വാങ്ങിച്ചു. പിന്നെ പപ്പടമാണ് വന്നത്. പപ്പടം സാധാരണ നമ്മുടെ അവിടെ ഒരു പപ്പടമേ തരാറുള്ളൂ. പക്ഷേ ഇവിടെ 2 പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ 2 പപ്പടം, പരിപ്പ്, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതുവരെ വന്നത്. അപ്പോൾ ഇച്ചിരി പപ്പടവും ഇച്ചിരി പരിപ്പും ചോറും പിന്നെ ശകലം അവിയലും ശകലം തോരനും, ഇത് 3 കൂടെ മിക്സ് ചെയ്ത് ഞാൻ കഴിച്ചു നോക്കി. അടിപൊളി ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും വായി വെള്ളം വരുന്നത്. നല്ല സൂപ്പർ സദ്യ, നല്ലൊരു അടിപൊളി എറണാകുളം സദ്യ. അപ്പോൾ അത് 3 കൂടെ മിക്സ് ചെയ്ത് ഞാൻ കഴിച്ചു. അങ്ങനെ അതങ്ങോട്ട് കഴിച്ച് വയറൊന്ന് സെറ്റായപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത പുളിശ്ശേരി വന്നു. വീണ്ടും സാമ്പാർ വന്നായിരുന്നു. സാമ്പാർ ഞാൻ വാങ്ങിയില്ല. പുളിശ്ശേരി ഉണ്ടായിരുന്നു, മോരും ഉണ്ടായിരുന്നു. ഞാൻ പുളിശ്ശേരിയാണ് വാങ്ങിയത്. ഈ പുളിശ്ശേരി പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുളിശ്ശേരി കൂട്ടി അതും കഴിച്ചു. അങ്ങനെ ചോറിൻ്റെ റൗണ്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പായസം വന്നു. അപ്പോൾ ആദ്യം പാലടയാണ് വന്നത്, പിന്നെ പരിപ്പ് പായസം വന്നു. അപ്പോൾ പാലടയും പരിപ്പ് പായസത്തിൻ്റെ കൂടെ ഞാൻ പഴം മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പപ്പടവും കൂടെ മിക്സ് ചെയ്യണം. അതിന് 2 പപ്പടം വരെ തന്നെ വരച്ചു. 2 ഞാൻ ചോറിൻ്റെ കൂടെ തിന്ന് തീർത്തു. അതുകൊണ്ട് ഞാൻ ഏത്തക്ക ഉപ്പേരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇച്ചിരി ഏത്തക്ക ഉപ്പേരിയും ഒരു പഴവും ഒരു പരിപ്പ് പായസവും ഒരു പാലട പായസവും 3 കൂടെ മിക്സ് ചെയ്ത് ഞാൻ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്, നല്ലൊരു സദ്യയായിരുന്നു. അങ്ങനെ സദ്യ ഫുള്ള് ഞാൻ കഴിച്ചു. അങ്ങനെ എല്ലാം മടക്കി. അപ്പോൾ ഇനി അടുത്ത പരിപാടി നോക്കാം. എൻ്റെ മോനെ, ഒരു ദിവസം പോയ പോക്കേ. നമ്മൾ രാവിലെ 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ വൈകിട്ട് 6 മണിയായി. അതിനിടയ്ക്ക് എനിക്ക് വേറൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇത്രയും താമസിച്ചത്. പരിപാടി എന്തോന്ന് നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. സദ്യ അടിപൊളിയായിരുന്നു. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പരിപാടി നൈസായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, എന്നാലും പരിപാടി നൈസായിരുന്നു. സദ്യ അടിപൊളിയായിരുന്നു. അപ്പോൾ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ അവനോട് വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോയി. പിന്നെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പരിപാടിയും കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ച് ഇപ്പോഴാണ് അങ്കമാലി എത്തിയത്. അപ്പോൾ നല്ല ദാഹം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പെപ്സി വാങ്ങിച്ചു കുടിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒട്ടും വയ്യ. വീഡിയോ കാണാനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.